ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ പേര് ചോദിച്ചിരുന്നു ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യാമോ എന്ന്. അങ്ങനെ ഒരു ഓൺ വോയിസ് വീഡിയോ ആയിട്ടാട്ടോ വന്നേക്കുന്നത്. വിഷു അല്ലേ വരുന്നത്, അപ്പോൾ കണി വെക്കാനായിട്ട് കൃഷ്ണനെ ഒന്ന് പെയിൻ്റ് അടിക്കുക കേട്ടോ. കുറേ വർഷം മുന്നേ മേടിച്ച കൃഷ്ണനാണ്. അപ്പോൾ ഇടയ്ക്ക് 1-2 വട്ടമൊക്കെ പെയിൻ്റ് അടിച്ചിരുന്നു. അപ്പോൾ 2-3 പെയിൻ്റൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഫാബ്രിക് പെയിൻ്റാണ് അടിക്കുന്നത്. അപ്പോൾ ഇല്ലാത്ത പെയിൻറ്റ് ഞാനും മോളും കൂടി കടയിൽ പോയിട്ട് വാങ്ങുക കേട്ടോ. മഞ്ഞയും നീലയായിരുന്നു ഇല്ലാതിരുന്ന കളറ്. അപ്പോൾ ആ 2 കളറുമാണ് മേടിക്കുന്നത്. അങ്ങനെ പെയിൻ്റൊക്കെ വാങ്ങി അതാ ബില്ല് കൊടുക്കാൻ നിന്നപ്പോഴാട്ടോ ഒരു കാഴ്ച കണ്ടത്. അവിടെ അതാ പ്ലാസ്റ്റിക്കിൻ്റെ കണിക്കൊന്ന വിൽക്കാൻ വെച്ചേക്കുവാണ്. ഈ പ്രാവശ്യം ഇനി വിഷുവിന് കണി വെക്കാൻ കൊന്നപ്പൂ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. കാര്യം കൊന്നമരത്തിലെ പൂവൊക്കെ എല്ലാം തീർന്നു കഴിഞ്ഞു. എന്തായാലും അതിൻ്റെ വിലയൊക്കെ ചോദിച്ചിട്ടാട്ടോ അവിടെ നിന്ന് വന്നത്. അപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ കൃഷ്ണ വിഗ്രഹം. അപ്പോൾ ഞാനും മോളും കൂടി ചേർന്നിട്ട് പെയിൻ്റ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ 2 പൂച്ചക്കുട്ടികളും കൂടി കൂട്ടിനായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഞങ്ങളുടെ സൈഡിൽ തന്നെ കിടപ്പുണ്ട്. അവരും ഇതൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിനി പെയിൻ്റ് അടിക്കട്ടെ. മൊത്തം മിക്സ് ചെയ്ത കാര്യം പിന്നെ കളർ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നത്തിൽ മൊത്തം ഇടയിലൊക്കെ പിടിക്കാം കേട്ടോ. ഇത് വാങ്ങാൻ കിട്ടുന്നല്ലേ. മഞ്ഞയും ഡബയിൽ കിട്ടിയിട്ടുണ്ടോ ആവും. വെക്കണോ? റെഡ്. ഇപ്പൊ എന്താ അടിച്ചത്? പച്ച കളറോ? ഇന്ന് റെഡ് അടിക്കാം. മുഖം അടിച്ചാലാടാ? ബ്ലാക്ക് അടിച്ചാലോ? അല്ല റെഡ് അടിക്കാം. ബ്ലാക്ക് അടിച്ചാൽ പിന്നെ ഒരിടത്ത് പിടിക്കാൻ പറ്റില്ല. റെഡ് അടിച്ചാലോ?
അങ്ങനെ ഞങ്ങളുടെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ കുറേ വർഷം മുന്നേ മേടിച്ച കൃഷ്ണനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഫാബ്രിക് പെയിൻ്റ് ഒക്കെ മേടിച്ചടിച്ചാൽ നല്ല പുതിയതുപോലെ ഇരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതാ ഇപ്പം മേടിച്ച പോലത്തെ തന്നെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളുടെ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.